ഏതാണ് 4 ഗുണം? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു മുസ്ലിമിന് വേണ്ട 4 ഗുണങ്ങൾ. എല്ലാവർക്കും ഇന്ന് മുതൽ ഈ ഗുണങ്ങൾ ഉണ്ടാകണം. ഇന്ന് മുതൽ ഓരോ മുസ്ലിമിനും ഈ ഗുണമുണ്ടാകണം. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ഇന്നത്തെ രാത്രി നമുക്ക് സ്വർഗ്ഗം കിട്ടാറുള്ള ഒരു രാത്രിയാകണം. ഈ സമയം നാളെ മീസാനിൽ നന്മയുടെ കൂട്ടത്തിൽ ഇടുന്ന ഒരു സമയമാകണം. ഈ സമയം നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിന്റെ പേരിലായിരിക്കണം മരിക്കുമ്പോ സ്വർഗ്ഗം കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം വേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മുസ്ലിമിന് വേണ്ട 4 ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? നന്മ ചെയ്യുന്നവരെ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മ ചെയ്യുന്നവരെ സഹായിക്കണം. ഒരിക്കലും അവര് എതിരാകാൻ പാടില്ല. അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കാൻ പാടില്ല. പടച്ചവനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ നീ അവന് പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത്. അവന് വേണ്ട സഹായങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതിനൊരിക്കലും തടസ്സം വരുത്തരുത്. അത് ഏത് കാര്യമാകട്ടെ, ഈ ക്ലാസ്സാകട്ടെ, പള്ളി പണിയുന്നതാകട്ടെ, നിസ്കാരം നടക്കുന്നതാകട്ടെ, ഈ പള്ളിക്ക് വേണ്ടി പിരിക്കുന്നതാകട്ടെ, ഏത് കാര്യമാണെങ്കിലും നന്മയാണ്. ആ നന്മ ചെയ്യുന്നവരെ നീ സഹായിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 2 അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായി പറയുകയാണ്, തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി നീ അല്ലാഹുവിനോട് പാപമോചനം തേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ, നീ പാപം ചെയ്യുന്നു, നീ നിന്റെ കാര്യം മാത്രം ദുആ ചെയ്താ പോരാ. ഒരു മുസ്ലിം തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, ഒരു മുസ്ലിം പള്ളിയിൽ കയറാതെ നടക്കുന്നത് കണ്ടാൽ, ഒരു മുസ്ലിം കള്ള് കുടിക്കുന്നത് കണ്ടാ, അല്ലാഹുവേ, ഇവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമതായി പറയുകയാണ്, പിന്തിരിഞ്ഞു പോകുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്തിരിഞ്ഞു പോകുന്നവർ പടച്ചവനെ അല്ലാഹുവേ വിളിച്ച് ഉപദേശിക്കുകയാണ്. പള്ളിയിൽ വാടാ, നിസ്കരിക്കടാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ. കേൾക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണ്. അവന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണേ, അവന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണേ. നാലാമതായിട്ട് പ്രവാചകൻ പറയുകയാ, പശ്ചാത്തപിച്ച് മടങ്ങി വരുന്നവരുണ്ടല്ലോ, ഇന്നലെ വരെ പായിപ്പാടുകൂടെ കണ്ടുപിടിച്ച് നടന്നവനാണ്, പലിശ കച്ചവടം നടത്തിയവനാണ്, വ്യഭിചരിച്ച് നടന്നവനാണ്, മയക്കുമരുന്നടിച്ച് നടന്നവനാണ്, അല്ലാഹുവേ മുസ്ലിമീങ്ങളെ ചീത്ത വിളിച്ചവനാണ്, മോശമായ ജീവിതം നയിച്ചവനാണ്. പക്ഷേ അവൻ നന്നായി കഴിഞ്ഞ, പശ്ചാത്തപിച്ച് മടങ്ങി വന്നു കഴിഞ്ഞ, അവനെ നീ ഒറ്റപ്പെടുത്തല്ലേ, അവനെ നിങ്ങൾ അകറ്റി നിർത്തല്ലേ, അവനെ സ്നേഹിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ